നമസ്കാരം. സമകാലിക കേരളത്തിൻ്റെ രാഷ്ട്രീയ, സാമൂഹിക സാഹചര്യങ്ങളിൽ ഉണ്ടായിട്ടുള്ള കുറേയധികം വിഷയങ്ങളും അതിനോട് കേരള സമൂഹം പ്രതികരിച്ച വിധവും ഒന്ന് അനലൈസ് ചെയ്യുകയാണ് ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. പ്രബുദ്ധ കേരളമെന്ന് അവകാശപ്പെടുന്ന കേരളത്തിലെ സാമൂഹ്യ മാധ്യമ രംഗങ്ങളിൽ വന്നിരിക്കുന്ന കമൻറ്റുകളെ കൂടെയാണ് ഞാനിന്നിവിടെ അനലൈസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പറഞ്ഞു തുടങ്ങുന്നതിന് മുൻപ് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊള്ളട്ടെ. കുറേ കാലമായി എനിക്ക് ഈ വഴിക്ക് വരാൻ കഴിഞ്ഞില്ല. എൻ്റെ വ്യക്തിപരമായ ചില കാരണങ്ങളാൽ എനിക്ക് വരാൻ കഴിയാത്തതിനാൽ ഖേദം പ്രകടിപ്പിക്കുന്നതോടൊപ്പം ഞാൻ ഇതിൽ പരാമർശിക്കുന്ന ഒറ്റ വ്യക്തികളുമായി എനിക്ക് നേരിട്ട് പരിചയമോ അടുപ്പമോ ഇല്ല. ആയതുകൊണ്ട് തന്നെ ആരെയെങ്കിലും നന്നാക്കി കാണിക്കുകയോ ചീത്തയായി കാണിക്കുകയോ ഒന്നും എൻ്റെ ഉദ്ദേശമല്ല. അതുകൊണ്ട് തന്നെ മറ്റുദ്ദേശങ്ങളൊന്നുമില്ല. കൃത്യമായും കമൻറ്റുകളൊന്ന് അനലൈസ് ചെയ്യുക, എങ്ങനെ കേരള സമൂഹം പ്രതികരിക്കുന്നത് ബോധ്യപ്പെടുത്തുക. ഇത് മാത്രമാണ് എൻ്റെ ഉദ്ദേശം. വീണ്ടും നമസ്കാരം. ഇൻസ്റ്റഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ സജി സിംഗ്. ഈ കഴിഞ്ഞ 2 മാസങ്ങളായി കേരളത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളിൽ വളരെയധികം വാർത്താ പ്രാധാന്യമുണ്ടായ ചില വ്യക്തികളാണ്. ഒന്ന് ഹിരൺദാസ് മുരളി എന്ന വേടൻ, രണ്ടാമതായി വിനായകൻ, മൂന്നാമതായി രാഹുൽ മാങ്കൂട്ടത്തിൽ. പിന്നീട് കുറേ അധികം പേരുകൾ, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് വന്നതിന് ശേഷം ഒട്ടനവധി പേരുകൾ ഇങ്ങനെ തുടർച്ചയായിട്ട് വരികയുണ്ടായി. അതിനുശേഷം പിന്നീട് വന്നത് വയനാട്ടിൽ ആത്മഹത്യ ചെയ്ത കോൺഗ്രസ് നേതാവിൻ്റെ മരുമകൾ പത്മജ പെട്ടെന്ന് വാർത്താ പ്രാധാന്യമുള്ളൊരു വ്യക്തിയായി മാറി. അതിനുശേഷം പിന്നീട് കെ ജെ ഷൈൻ ടീച്ചർ, അദ്ദേഹം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അവസാനം ഇപ്പോൾ ദുൽഖർ സൽമാൻ വാഹനത്തിൻ്റെ പ്രശ്നത്തിൽ ദുൽഖർ സൽമാനും ടിജോയും വരെ എത്തി നിൽക്കുകയാണ് സമകാലിക വാർത്താ പ്രാധാന്യമുള്ള വ്യക്തികളുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ. പക്ഷെ നമ്മൾ ആദ്യം മുതൽ കുറച്ച് പേരുകൾ, ഞാൻ പറഞ്ഞ കുറച്ച് പേരുകൾ, അതിനടിയിൽ പ്രബുദ്ധരെന്ന് സ്വയം അവകാശപ്പെടുന്ന കേരള സമൂഹം വിട്ട കമൻറ്റുകളുമാണ് നമ്മളിന്ന് വിശകലനം ചെയ്യാനായി ഉദ്ദേശിക്കുന്നത്. ഇതിൽ എനിക്ക് ഈ ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതിന് സംഭവങ്ങളൊന്ന് വിശകലനം ചെയ്തതിന് ശേഷം വേണം ഇതിനോട് പ്രതികരിച്ച രീതിയും കൂടെ സംസാരിക്കാനായിട്ടുള്ളത്. ആയതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് കുറച്ച് ക്ഷമയോടെ കേൾക്കണമെന്നും ഈ വീഡിയോ അവസാനം വരെ കാണണമെന്നും ഞാൻ ആദ്യമേ അഭ്യർത്ഥിക്കുകയാണ്. തുടക്കത്തിൽ നമ്മൾ ഹിരൺദാസ് മുരളി എന്ന വേടൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഹിരൺദാസ് മുരളി എന്ന വേടൻ ഏകദേശം 2019 ലൈം ലൈറ്റിലേക്ക് വരുന്നത്. ലൈം ലൈറ്റിലേക്ക് എന്ന് പറയാനാവില്ല. അയാളുടെ കരിയർ അല്ലെങ്കിൽ അയാളൊരു ഗായകൻ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു റാപ്പർ എന്നുള്ള നിലയിൽ അറിയപ്പെടാൻ തുടങ്ങിയ 2019 2019 നടന്ന സ്റ്റേജ് ഷോയിലാണ് ആദ്യമായി വേടൻ എന്നുള്ള പേര് നമ്മളുടെ സമൂഹം കേട്ടു തുടങ്ങിയത്. 2019 അയാൾ വന്നതിന് ശേഷം ഏകദേശം 2025 ജൂൺ, ഏപ്രിൽ മെയ് ആ കാലഘട്ടത്തിലാണ് ഇയാളുടെ പാട്ടുകൾ കൂടുതലായി ജനങ്ങളിലേക്ക് എത്തി തുടങ്ങിയതും ജനങ്ങൾ അതിനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയതും വേടൻ എന്ന പേര് ഒരു ക്രൗഡ് പുള്ളറായി മാറിയതും ആ സമയത്താണ്. ഈ സമയത്ത് അതുവരെ അതായത് 2019 നിന്ന് 2025 ഈ 6 വർഷക്കാലത്തിനിടയ്ക്ക് ഇയാളുടെ പേരിൽ 2 കേസുകളാണ് ആദ്യം വന്നത്. ഒന്ന് നമ്മൾ നേരത്തെ തന്നെ വിശകലനം ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്, പുലിനഖത്തിൻ്റെ കേസും 6 ഗ്രാം കഞ്ചാവിൻ്റെ കേസും. അതിനുശേഷം പെട്ടെന്ന് തന്നെ ഇയാൾക്കെതിരെ ഒരു ജനസഞ്ചയം രൂപപ്പെടുകയും ഇയാളുടെ പേരിൽ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടാവുകയും ഒക്കെ അങ്ങനെ ഉണ്ടാവുന്നുണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് തന്നെ 2025 ഒരു അവസാന മാസങ്ങളിലേക്ക് അടുക്കുന്ന മുമ്പ് ഒരു ആറാം മാസത്തിന് ശേഷമായി, ജൂൺ മാസത്തിന് ശേഷമായിട്ട് പെട്ടെന്ന് ഇയാളുടെ പേരിലൊരു ലൈംഗിക പീഡന ആരോപണം ഉണ്ടാവുകയാണ്. ലൈംഗിക പീഡന ആരോപണം ഉണ്ടാകുമ്പോൾ അതിനു മുൻപ് തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് വെച്ചാൽ, അതിനു മുമ്പ് ഇയാൾ മോണലോവ എന്നൊരു വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു, ഒരു ആൽബം. ഈ ആൽബം അയാൾ പറയുന്നുണ്ടായിരുന്നു അയാളുടെ കാമുകിക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്ന സംഭവമായിട്ട് അയാൾ പറയുന്നുണ്ടായിരുന്നു. മോണലോവ എന്ന പാട്ട് തൊട്ട് പറയുന്നത് തന്നെ സോഷ്യൽ മീഡിയയിലെ ഇൻവെസ്റ്റിഗേറ്റീവ് ആളുകൾ തപ്പിയെടുത്തുകൊണ്ട് വരുന്നു ഒരു പെൺകുട്ടിയെ. ആ പെൺകുട്ടിയുടെ പേരും ഫോട്ടോയും ഇതെല്ലാം ചേർത്ത് വെച്ച് അത് ഭയങ്കരമായി പരസ്യമാവുകയും ചെയ്തു. കേരളത്തിലോ അല്ലെങ്കിൽ വേടനെ പറ്റി അറിയാൻ ആഗ്രഹിക്കുന്ന എല്ലാവരുടെ മുമ്പിലും വേടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ കാമുകി ആരാണ്, മോണലോവ ആരാണ് എന്നുള്ള ഒരു പിക്ചർ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുന്ന ഒരു സംഭവം കൂടായിരുന്നു അത്. ആ പെൺകുട്ടിയോ വേടൻ എന്ന ഹിരൺദാസ് മുരളിയോ ഈ സംഭവത്തെ എതിർക്കാൻ മുന്നോട്ട് വന്നിട്ടില്ല. അവർ അതാണെന്ന് അവകാശപ്പെട്ടിട്ടുമില്ല, അവരത് എതിർക്കാനും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ എതിർക്കാൻ വരാത്തിടത്തോളം തന്നെ അത് തന്നെയാണ് എന്ന് കേരള സമൂഹം ഉറപ്പായിട്ടും വിശ്വസിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമായിരുന്നു ഈ ഹിരൺദാസ് മുരളി അല്ലെങ്കിൽ വേടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ കാമുകിയുടെ കാര്യം. അതും ഈ മോണലോവ ഇറങ്ങിയതിന് തൊട്ട് പിന്നാലെ തന്നെ ഈ പേരും ഈ കുട്ടിയുടെ മുഖവും വേടനോടൊപ്പം നിൽക്കുന്ന ഫോട്ടോയും എല്ലാം വളരെയധികം പ്രസിദ്ധമായിരുന്നു. പക്ഷേ അന്നൊന്നും ഉണ്ടാവാത്ത ഒരു കേസാണ്. അതിനെല്ലാം ശേഷം ഒരു ഡോക്ടർ എന്ന് അവകാശപ്പെടുന്ന കുട്ടി വന്ന്, അല്ലെങ്കിൽ ഡോക്ടറായ ഒരു കുട്ടി വന്നിട്ട്
വേടൻ തന്നെ ലൈംഗികമായി ഉപയോഗിക്കാൻ ശ്രമിച്ചു, 1 അല്ല 5 പ്രാവശ്യം എന്ന് പറഞ്ഞിട്ട് ഒരു കേസായിട്ട് മാറുന്നത്. ഇത് കേസാകുമ്പോൾ അത് നമുക്കെല്ലാവർക്കും അറിയാം, ആ കുട്ടി എന്ത് ഡോക്ടറേറ്റ് ആണ് എടുത്തിട്ടുള്ളതെങ്കിലും അതിന് സാമാന്യ ഒരു വിവരമുള്ള കുട്ടിയായിരിക്കുമല്ലോ. 10ാം ക്ലാസ്സിൻ്റെ വിവരം മാത്രമല്ലല്ലോ, അതിന് മുകളിലോട്ട് എന്തായാലും അത്രയും പഠിച്ചതിൻ്റെ ഒരു വിവരം അതിനുണ്ടല്ലോ. സ്വാഭാവികമായിട്ട് ഒരു കേസ് കൊടുക്കുന്നുണ്ടേ തെറ്റിദ്ധരിക്കപ്പെടാൻ മാത്രമുള്ള വിദ്യാഭ്യാസവും ബുദ്ധിയുള്ള ഒരു കുട്ടിയായിട്ട് സാമാന്യ ബോധത്തിന് ആ കുട്ടിയെ അംഗീകരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് അത് ഡോക്ടറാണ്. ഡോക്ടർ വരെ പഠിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്ന ഒരു കുട്ടി ആരെങ്കിലും ഒരാൾ വിവാഹ വാഗ്ദാനം നൽകിയാൽ ഉടൻ തന്നെ പോയി അയാളോടൊപ്പം കഴിഞ്ഞേക്കാം എന്ന് കരുതുന്ന അത്ര ബുദ്ധിശൂന്യമായ ഒരു കുട്ടിയാണ്. അതും പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തൊന്ന് വിശ്വസിക്കാൻ നമുക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ തുടർന്ന് വന്നതാണ് അത് ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വിഷയമായി എനിക്ക് തോന്നിയത്. കാരണം ഇതിൽ വേടനെ പോലീസ് അറസ്റ്റ് ചെയ്യാനായി ശ്രമിക്കുകയും വേടൻ ഇതിന് മുൻകൂർ ജാമ്യത്തിന് പോവുകയും ചെയ്തു. വേടൻ്റെ മുൻകൂർ ജാമ്യം കോടതി അനുവദിച്ച അതേ ദിവസം തന്നെ വേറൊരു പെൺകുട്ടിയെ കൊണ്ട് പീഡന പരാതി കൊടുപ്പിക്കുകയും, അല്ലെങ്കിൽ വേറൊരു പെൺകുട്ടി പീഡന പരാതി കൊടുക്കുകയും അതിന്മേൽ വീണ്ടും വേടനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തതാണ് ഇതിനകത്തിലെ അടുത്തൊരു കാര്യം. അപ്പോൾ അതിൻ്റെ താഴെ വന്ന കമൻറ്റുകളിൽ വേടൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരെയും, പ്രത്യേകിച്ച് മരിച്ചുപോയ അമ്മയെ ഉൾപ്പെടെ അനാവശ്യം പറയുന്ന കമൻറ്റുകളാണ് പ്രബുദ്ധ കേരളത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായെന്നുള്ളത് ആ കമൻറ്റുകൾ ശ്രദ്ധിച്ചാൽ എല്ലാവർക്കും മനസ്സിലാവും. ഞാൻ ആ കമൻറ്റുകളുടെ ഒന്നും സ്ക്രീൻഷോട്ടുകളോ ഒന്നും എടുത്തിരുന്നില്ല. കാരണം പലതും ഈ എൻ്റെ വീഡിയോ കാണുന്ന കൊച്ചുകുട്ടികളുണ്ടെങ്കിൽ അവർ കണ്ടുകൂടാത്തതാണ്, അല്ലെങ്കിൽ വായിച്ചു കൂടാത്തതാണ്. ആ ധാർമ്മിക ബോധം മുൻനിർത്തി ഞാൻ ഒരു കാരണവശാലും ഞാൻ അത്തരം കമൻറ്റുകൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ വേടൻ്റെ കുടുംബത്തിലുള്ള സകലരെയും വേടനെ സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ വേടനെ പരസ്യമായിട്ട് സപ്പോർട്ട് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ വേടൻ നല്ലൊരു വ്യക്തി, അല്ലെ വേടൻ ചെയ്തത് ശരിയോ തെറ്റോ, അല്ലെ വേടൻ്റെ സൈഡിൽ നിന്നുകൂടി ഒരു അന്വേഷണം ആവശ്യപ്പെടുന്ന വ്യക്തികളെ കൂടെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലുള്ള കമൻറ്റുകളായിരുന്നു അതിൽ ഉണ്ടായിരുന്നത്. ഇനി രണ്ടാമത്തെ വ്യക്തിയിലേക്ക് വരാം. രണ്ടാമത്തെ വ്യക്തി എന്ന് പറയുന്നത് വിനായകനാണ്. വിനായകൻ എന്ന് പറയുന്ന വ്യക്തി, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എനിക്ക് അയാളെ ഗ്ലോറിഫൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ അയാളെ മോശക്കാരനായിട്ട് കാണേണ്ട കാര്യം എനിക്കില്ല. അയാൾ ചെയ്ത എല്ലാ പ്രവർത്തികളും ഞാനതുകൊണ്ട് ന്യായീകരിക്കുന്നു എന്നൊന്നുമല്ല. അയാൾ ചെയ്ത പ്രവർത്തികൾ എനിക്ക് ന്യായീകരിക്കാൻ താല്പര്യവുമില്ല. പക്ഷേ എന്നിരുന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മലയാളി എന്നല്ല ആരായാലും ധരിക്കേണ്ട ഒരു വസ്തുതയുണ്ട്. ഒരു പ്രമുഖനായ വ്യക്തി പെരുമാറേണ്ട പെരുമാറ്റച്ചട്ടം ഒന്നും ഇന്ത്യ ഉണ്ടാക്കിയിട്ടില്ല. ഒരു പ്രമുഖനോ പ്രസിദ്ധനായ ഒരു വ്യക്തി ഏത് രീതിയാണ് പെരുമാറേണ്ടത് എന്ന പെരുമാറ്റച്ചട്ടമൊന്നും ആരും ഉണ്ടാക്കിയിട്ടില്ല. അതൊന്നും ഉണ്ടാക്കാൻ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല. അത് ആദ്യം മനസ്സിലാക്കേണ്ടതാണ്. ഒരു വ്യക്തി അയാൾ എങ്ങനെ പെരുമാറണം, ഒരു സമൂഹത്തിനോട് എങ്ങനെ പെരുമാറണം എന്നൊന്നും ആരും എവിടെയും പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് അവരവരുടെ വ്യക്തിബോധത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാവേണ്ട ഒരു കാര്യമാണ്. അതല്ലാതെ രണ്ടാമതൊരാൾ അയാളെ പഠിപ്പിച്ചു കൊടുക്കാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. ആർക്കും അതിനുള്ള യോഗ്യതയുമില്ല. തീർച്ചയായിട്ടും അത് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ആ വ്യക്തിയുടേതായിട്ടുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാം. എല്ലാ മനുഷ്യനും ഉള്ളതുപോലെ തന്നെ അയാളൊരു നടൻ എന്നുള്ളതിനെ മാറ്റി നിർത്തി ഒരു വ്യക്തി എന്നുള്ള നിലയിൽ കാണുമ്പോഴാണ് ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് ആലോചിക്കാൻ നിങ്ങൾ തയ്യാറാവണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അയാളുടേതായിട്ടുള്ള മാനസികമായിട്ടുള്ളതോ അല്ലെങ്കിൽ അയാളുടെ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം. പക്ഷേ അയാൾ എന്ത് ചെയ്യുന്നു എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയും അയാൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയെയും താഴെ പോയി വളരെ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള കമൻറ്റുകൾ കൊടുക്കുകയും അയാളെ മാക്സിമം ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ്. അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അയാളിടുന്ന ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ അയാൾ ആരുടെയെങ്കിലും ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്താൽ കൂടെ തന്നെ അതിന് താഴെ നിന്ന് കൊടുക്കുന്ന കമൻറ്റുകൾ നിങ്ങളൊന്ന് വായിച്ച് നോക്കിയാൽ മനസ്സിലാവും. അത് നിങ്ങൾക്കാണെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുമെന്നുള്ളത് നിങ്ങളൊന്ന് വായിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അയാളുടെ ഒരു പ്രവൃത്തിയും അയാൾ കാണിച്ച് മോശപ്പെട്ട പ്രവർത്തികളൊന്നും ഞാൻ ന്യായീകരിക്കാൻ തയ്യാറാകുന്നില്ല. പക്ഷേ ഒരു കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു വ്യക്തി മുണ്ട് പൊക്കി കാണിക്കുന്ന കൃത്യസമയത്ത് അത് ഫോട്ടോ എടുക്കാൻ ഒരാൾ ക്യാമറയും പിടിച്ചിരുന്നാൽ ഈ ക്യാമറ വെച്ചിരുന്ന ആളിന് ഇയാളെ കൊണ്ട് അത് ചെയ്യിക്കാനുള്ള ടെൻഡൻസി ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. തീർച്ചയായിട്ടും അല്ലേ? അയാളത് കരുതിയിരിക്കുകയായിരുന്നു, ഇയാളിത് ചെയ്യും, അല്ലെങ്കിൽ ഇയാളെ കൊണ്ട് ഞാനിത് ചെയ്യിക്കും, എന്നിട്ട് ഇത് ചെയ്യണം, എന്നിട്ട് ഈ ഫോട്ടോ എടുക്കണമെന്ന്. പക്ഷേ ഞാനൊരു കാര്യം പറയാം. എൻ്റെ ഒരു ധാർമ്മിക ബോധം അനുസരിച്ചിട്ട് മുണ്ട് പൊക്കി കാണിച്ചവനേക്കാൾ വൃത്തികെട്ടവനാണ് മുണ്ട് പൊക്കി കാണിച്ചത് ഫോട്ടോ എടുത്തത്. കാര്യം അതാണ് ഏറ്റവും വലിയ വൃത്തികേട്. ഒരു വ്യക്തി സ്വന്തം നഗ്നത പ്രദർശിപ്പിക്കുമ്പോൾ അത് പോയി ഫോട്ടോ എടുത്ത് അത് സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്യുന്ന അവൻ്റെ അത്ര വലിയ തെണ്ടിയെ ഞാൻ കണ്ടിട്ടേ ഇല്ല. സത്യമാണെന്ന് ആലോചിച്ച് നോക്കൂ. വിനായകൻ്റെ പോസ്റ്റുകൾക്ക് താഴെ വിനായകൻ എന്ത് പോസ്റ്റ് ചെയ്താലും അവരെ എല്ലാം അങ്ങേയറ്റം വൃത്തികെട്ട തെറി വിളിക്കുകയും വിനായകൻ പറഞ്ഞ തെറിക്ക് മറുതെറി കൊണ്ട് മറുപടി പറയുകയും എന്നിട്ട് തെറി പറയരുതെന്ന് അയാളെ ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുന്നവൻ എഴുതി വെക്കുന്ന തെറിയാണ് ഏറ്റവും വലിയ തെറിയായി എനിക്ക് തോന്നിയിട്ടുള്ളത്. മൂന്നാമത്തെ വ്യക്തിയുടെ കാര്യമാണ് ഇനി അടുത്തത് പറയാനുള്ളത്. രാഹുലിനെ പറ്റിയാണ്, രാഹുൽ മങ്കൂട്ടത്തെ പറ്റിയാണ്.
രാഹുൽ മാങ്കൂട്ടം ചെയ്ത തെറ്റെന്താണ് എന്ന് എല്ലാവർക്കും അറിയാം. രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തിട്ടില്ല എന്നോ രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റി വന്ന ഒരു ഓഡിയോ അയാളുടെ നല്ലെന്നോ പോലും അയാൾ പറഞ്ഞിട്ടില്ല ഇതുവരെ. അത് പറയാനുള്ള ആർജവം അയാൾ കാണിക്കാത്തടത്തോളം അയാൾ ചെയ്ത് തെറ്റാണെന്ന് തന്നെ വിചാരിക്കുന്ന സാമാന്യ യുക്തിയുള്ളൊരു മലയാളിയാണ്. 3 നേരം ചോറ് കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുന്നതാണ് എൻ്റെ വിശ്വാസം, രാഷ്ട്രീയ തിമിരം ബാധിച്ചിട്ടില്ലെങ്കിൽ. ഇത് പറഞ്ഞതിൻ്റെ പേരിൽ ഇതിൻ്റെ താഴെ വന്ന് തെറി വിളിക്കുന്ന കമന്റ് ഇടുന്നത് ഇട്ടിട്ട് പോവുകയുള്ളൂ. അത് വ്യക്തിപരമായിട്ട് പറയാം. ഞാൻ അതിനൊന്നും കണ്ട് പേടിക്കുന്ന വ്യക്തിയൊന്നുമല്ല. നിനക്കൊക്കെ അറിയാവുന്ന തെറിയേക്കാളും നല്ല തെറി അറിയാവുന്നതാണ്. പക്ഷെ തിരിച്ച് മറുപടിയായിട്ട് തെറി ഒന്നും വരുമെന്ന് നീ വിചാരിക്കണ്ട. കാര്യം നിനക്കൊന്നും അതിനുള്ള യോഗ്യതയില്ല. തെറി വിളിക്കുന്നതിനുള്ള യോഗ്യത ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടൻ തെറ്റ് ചെയ്തിട്ടുണ്ട്. അയാൾ ചെയ്ത തെറ്റ് അതിന് എന്താണ് പരാതിക്കാരില്ലെങ്കിലും ഒരു സംഭവമില്ലെങ്കിലും അയാളെ നിഷേധിക്കാത്ത കാലത്തോളം പത്രമാധ്യമങ്ങൾ പറഞ്ഞത് സത്യമാണെന്ന് തന്നെ വിശ്വസിക്കാൻ, പത്രമാധ്യമങ്ങൾ പറയുന്നതെല്ലാം സത്യമാണെന്ന് കരുതുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. പക്ഷേ പത്രമാധ്യമത്തിൽ ഒരു വാർത്ത നമ്മളെപ്പറ്റി ഉണ്ടാകുമ്പോൾ അത് സത്യവിരുദ്ധമാണെങ്കിൽ അതിനോട് പ്രതികരിക്കുക തന്നെ വേണം. അതിൽ ഞാൻ പ്രതിയല്ല, അത് എൻ്റെ ഭാഗത്ത് അങ്ങനെ ഒരു തെറ്റുണ്ടായിട്ടില്ല, നിങ്ങൾ ചുരുങ്ങിയുണ്ടെങ്കിൽ അത് തെളിയിക്കാൻ പറയണം. ഉദാഹരണം, നിവിൻ പോളിക്കെതിരെ ഒരു പെൺകുട്ടി ഒരു ലൈംഗികാരോപണം ഉന്നയിച്ചു, പീഡിപ്പിച്ചു ലൈംഗികാരോപണം ഉന്നയിച്ചു. തൊട്ടടുത്ത നിമിഷം നിവിൻ പോളി ചെയ്ത പെൺകുട്ടിക്കെതിരെ കേസ് കൊടുക്കുകയും ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല, എനിക്ക് ഇത്തരം കാര്യങ്ങളൊന്നും യാതൊരു ബന്ധവുമില്ല എന്ന് പത്രമാധ്യമങ്ങൾ വന്ന് ബൈറ്റ് കൊടുക്കുകയാണ് ചെയ്തത്. അത്രയെങ്കിലും ചെയ്യാൻ പൊതുസമൂഹത്തിൽ, പ്രത്യേകിച്ചും രാഷ്ട്രീയം ഐറ്റിപ്പഴപ്പായിട്ട് കൊണ്ടു നടക്കുന്ന ഒരുത്തൻ അത്രയെങ്കിലും ധാർമ്മികത അയാൾ നിൽക്കുന്ന പ്രസ്ഥാനത്തോടും അയാൾ പ്രതിനിധാനം ചെയ്യുന്ന ജനസമൂഹത്തിനോടും അയാൾ ഒരു MLA ആയിരിക്കുന്നിടത്തോളം കേരള സമൂഹത്തോടും അയാൾ കാണിക്കണമെന്ന് അയാളത് കാണിച്ചില്ല. അതുകൊണ്ട് തന്നെ അയാൾ തെറ്റുകാരനാണെന്ന് തന്നെ വിശ്വസിക്കുന്ന വ്യക്തിയാണ് എന്ന് ഞാൻ ഒന്നുകൂടി ഊന്നി പറയുകയാണ്. പക്ഷെ അതിന് താഴെ വന്ന കമന്റുകൾ മൊത്തം രാഹുലിനെ പ്രകീർത്തിച്ചുകൊണ്ടും രാഹുൽ ചെയ്ത് തെറ്റാണെന്ന് പറയുന്നവരുടെ കുടുംബക്കാരെ വരെ തെറി വിളിച്ചുകൊണ്ടുള്ളതാണെന്നുള്ളത് നിങ്ങൾ ആ കമന്റുകളൊക്കെ എടുത്ത് നോക്കിയാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. എന്തിന്? അതിനുവേണ്ടി രാഹുൽ അംഗമായിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ കേരളത്തിലെ സമുന്നത നേതാക്കളെ വരെ കേക്കച്ചനെന്നും ഒക്കെ പറഞ്ഞ് തെറി വിളിക്കുന്നത് നമ്മൾ വളരെ വ്യക്തമായിട്ട് കേട്ടതാണ്. കേരള സമൂഹത്തിന്റെ ഒരു കമന്റിങ് സ്റ്റൈൽ എന്താണെന്നുള്ളതാണ് എനിക്ക് പിടികിട്ടാത്തത്. വേടന്റെ പേരിൽ ഒരു പെൺകുട്ടി ലൈംഗികാരോപണം ഉന്നയിച്ചപ്പോൾ വേടന്റെ അമ്മയ്ക്കും അച്ഛനും വേടനെ സപ്പോർട്ട് ചെയ്യുന്നവരെ വരെ തെറി വിളിച്ച സമൂഹം മറ്റൊരാള് ഒരു പെൺകുട്ടിയെ ഗർഭിണിയാക്കിയിട്ട് നിർബന്ധപൂർവ്വം ഗർഭചിത്രം നടത്താൻ ഒരു ഫോൺ കോൾ ചെയ്യുന്നതിന്റെ ശബ്ദം ലീക്കായി അത് പുറത്തു വരുമ്പോൾ അതിനകത്തിൽ വളരെ വ്യക്തമായിട്ട് കേൾക്കുന്നു, നിന്നെ കൊല്ലാൻ എനിക്ക് എത്ര സമയം വേണമെന്നാണ്. കാര്യം അതൊരു വധഭീഷണി തന്നെയാണ്. നിന്നെ കൊല്ലാൻ എനിക്ക് വലിയ സമയമൊന്നും വേണ്ട എന്നൊരാൾ മറ്റൊരാളോട് പറയുന്ന ഒരു ഭീഷണി തന്നെയാണ്. ആ ഭീഷണി ഉൾപ്പെടെ ഉണ്ടായിട്ടും ആ ശബ്ദലേഖനം ലേഖനം ചെയ്യപ്പെട്ട ആ ശബ്ദം അയാൾ നിഷേധിക്കാത്ത കാലത്തോളം അയാളെ സപ്പോർട്ട് ചെയ്യുന്ന വലിയൊരു സമൂഹത്തിന് അത് എന്ത് മാനിപ്പുലേഷന്റെ ഭാഗമായിട്ടാണ്, അത് എന്ത് കാര്യം കൊണ്ടായാലും ശരി, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന തലയിൽ ഒന്നുമില്ലാത്ത കുറച്ച് ബുദ്ധിയും ബോധവും ഒന്നുമില്ലാത്ത കുറച്ച് ആളുകൾ പ്രബുദ്ധ കേരളത്തിന്റെ കമന്റിങ് തൊഴിലാളികളുടെ ഭാഗമാണ് എന്നുള്ളതൊക്കെ സത്യം പറഞ്ഞാൽ രണ്ട് തരം സമീപനം എടുക്കുന്ന ഒരു പ്രത്യേകതരം മാനസികാവസ്ഥയുള്ള കമന്റിങ് തൊഴിലാളികളാണ് നമ്മളിവിടെ കാണുന്നത്. ഒന്ന് ആലോചിക്കണം, വേറെ കാര്യത്തിൽ എടുത്ത തീരുമാനത്തിന് ഘടകവിരുദ്ധമായ അഭിപ്രായമാണ് രാഹുലിന്റെ കാര്യത്തിലൂടെ ഉണ്ടായിട്ടുള്ളത്. തൊട്ടു പിന്നാലെ വന്നത് ഞാൻ മുമ്പേ പറഞ്ഞു, പത്മജ എന്നൊരു പെൺകുട്ടി, അത് വയനാട്ടിലെ കോൺഗ്രസ് നേതാവിന്റെ മരുമകളാണ്. അദ്ദേഹം കടക്കണിയിൽപ്പെട്ട് ആത്മഹത്യ ചെയ്യാനുള്ള കാരണങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ആ കുട്ടിയുടെ ഭർത്താവ്, അതായത് മരിച്ച നേതാവിന്റെ മകൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരിക്കുന്നതുകൊണ്ട് മരുമകൾ വന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് അതിന് താഴെ വന്നിരിക്കുന്ന കമന്റുകൾ വായിച്ചാൽ കഷ്ടം തോന്നും. ആ കുട്ടി, അവരുടെ പ്രശ്നം, ആ വീട്ടിൽ 2 ആത്മഹത്യ നടന്നു. ഭർത്താവ് ഹോസ്പിറ്റലിലാണ്. ഭാര്യ വന്ന് അവർക്ക് സംഭവിച്ചത് എന്താണെന്ന് സമൂഹത്തോട് പറയുമ്പോൾ അതിന് താഴെ കമന്റ് ഇടുന്നത് കുറച്ച് ഒരു മനസ്സാക്ഷി എന്ന് പറഞ്ഞാൽ, അല്ലെ മനുഷ്യത്വം എന്ന് പറയുന്നൊരു കാര്യം മിനിമം കാണിക്കാൻ കേരളത്തിന്റെ പ്രബുദ്ധ സമൂഹം ഉത്തരവാദിത്തപ്പെട്ടവരാണ്. തീർച്ചയായിട്ടും അത്തരം ഉത്തരവാദിത്തങ്ങൾ കാണിക്കേണ്ടതാണ്. അതിന് പകരം വളരെ മോശമായ കമന്റുകൾ ഇടുക. തുടർന്ന് ഷൈൻ ടീച്ചറുടെ കാര്യത്തിൽ നമ്മൾ കണ്ടതാണ്. ഒരു 70 വയസ്സോളം പ്രായമുള്ള ഒരു മാന്യൻ, മുൻപ് വലിയ വലിയ പദവികളൊക്കെ അലങ്കരിച്ചിരുന്ന ഒരു മാന്യൻ, ജയരാജ് വിളിച്ച അർത്ഥത്തിൽ ശുംഭൻ എന്ന് വിളിക്കാവുന്ന, പ്രകാശം പരത്തുന്നവൻ, അത് തന്നെ, ആ അർത്ഥത്തിൽ വിളിക്കാവുന്ന ഒരു
70 വയസ്സോളം പ്രായമുള്ള ഒരു എന്താണ് അയാളെ വിളിക്കണമെന്ന്, അയാളെയൊക്കെ വിളിക്കേണ്ട പേരുകൾ പോലും തന്നെ വിളിച്ചു കഴിഞ്ഞാൽ അൺപാർലമെന്ററി ആയിട്ടു. അതുകൊണ്ടൊന്നും അതിനെപ്പറ്റിയൊന്നും പറയുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ, ഇങ്ങനെയൊക്കെ സമീപിക്കുന്ന ആളുകളോട് നിങ്ങളോട് ദയവായിട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യമുണ്ട്. ഈ നിങ്ങൾ മുഖമില്ലാത്ത കമൻ്റ് എഴുത്തുകാർ 4 പേര് ചേർന്ന് ഒരാളെ തല്ലുമ്പം 5-മത്തതിന് ഓടി വന്ന് അടിച്ചിട്ട് പോകുന്ന ആ ലെവലിൽ മാത്രമേ കാണുന്നുള്ളൂ. കാരണം നേരെ ഒരാളെ തല്ലാൻ ധൈര്യമില്ലാത്തവരാണ് ഇമാതിരി വൃത്തിയുടെ കമൻറ്റുകളുമായി പോകുന്നത്. മനുഷ്യത്വമില്ലാത്തവരാണ്. നിങ്ങളുടെ വീട്ടിലെ ഒരാൾക്ക് നേരെ അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരെ ഒരാളുടെ വീട്ടിലിരിക്കുന്ന അച്ഛനോ അമ്മയ്ക്കോ ഒക്കെ കമൻറ്റ് പറയുകയും ചീത്ത വിളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അച്ഛനെയോ അമ്മയോ മറ്റൊരാൾ വിളിക്കുമ്പം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടൊന്ന് ആലോചിച്ചാൽ ഈ കമൻ്റ് എഴുത്ത് കുറച്ചൊന്ന് കുറയും. അതല്ലെങ്കിൽ പാലിക്കേണ്ട മര്യാദയെപ്പറ്റി ഒരു സമൂഹ മാധ്യമത്തിൽ അല്ലെങ്കിൽ ഒരു പൊതു പ്ലാറ്റ്ഫോമിൽ പോയി നിന്ന് സംസാരിക്കേണ്ട രീതിയെപ്പറ്റി ദയവായി കേരള സമൂഹത്തിലെ പ്രബുദ്ധ സമൂഹമെന്ന് സ്വയം അവകാശപ്പെടുന്നുണ്ടെങ്കിൽ ഇത് മാറ്റി ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞു. നമ്മൾ പൊതുവിടത്തിൽ പെരുമാറേണ്ട കുറച്ച് മര്യാദകളുണ്ട്. അവനവൻ തന്നെ ഇഷ്ടപ്പെടുത്തേണ്ട കുറച്ച് മര്യാദകൾ, അല്ലെങ്കിൽ പൊതുവിടത്തിൽ മറ്റുള്ളവരെങ്ങനെ പെരുമാറുന്നു കണ്ടെങ്കിലും മനസ്സിലാക്കേണ്ട ചില മര്യാദകളുണ്ട്. നമ്മൾ ഓരോരുത്തരും പാലിക്കേണ്ട ചില മര്യാദകളെപ്പറ്റി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. അതാണ് എനിക്കിതിനകത്തിൽ പറയാനുള്ളൊരു കാര്യം. ദയവായി ഈ ചാനൽ കാണുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കളോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, മറ്റൊരാൾക്കൊരു കമൻറ്റ് കൊടുക്കുമ്പോൾ അത് അങ്ങേയറ്റം മാന്യതയും മര്യാദയും ഉള്ളതായിട്ട് കൊടുക്കാൻ ശ്രമിച്ചാൽ അത് നിങ്ങളുടെ മര്യാദയായിരിക്കും പുറത്തു കൊണ്ടുവരിക. നിങ്ങളെന്താണോ അതാണ് നിങ്ങളുടെ കമൻറ്റുകൾ പ്രതിഫലിക്കുന്നത്. വളരെ മധുരമായും ഹാസ്യപരമായും സർക്കാസ്റ്റിക്കായിട്ടും കമൻറ്റുകൾ കൊടുക്കാം, കുറുക്കിക്കൊള്ളുന്ന രീതിയിൽ. അതിലേക്ക് ശ്രദ്ധിക്കൂ. അത് നിങ്ങളുടെ സർഗാത്മകമായ കഴിവുകളെ കൂടെ പരിപോഷിപ്പിക്കും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതിന് പകരം വീട്ടിലിരിക്കുന്ന ആളുകളെ ചീത്ത വിളിക്കുന്ന വൃത്തികെട്ട സമ്പ്രദായം നിങ്ങൾക്കില്ല എന്ന് നിങ്ങൾ ഉറപ്പാക്കുക. കാര്യം അത് വൃത്തികെട്ട മനസ്സുള്ളവർക്ക് മാത്രം പറ്റുന്നൊരു കാര്യമാണ് എന്ന് ദയവായി തിരിച്ചറിയണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ചുരുക്കുകയാണ്. എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന, എൻ്റെ ചാനലിനെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാവർക്കും നന്ദി. വരാൻ താമസിച്ചതിൽ, വ്യക്തിപരമായ ചില പ്രശ്നങ്ങൾ കാരണം ഈ വീഡിയോയുടെ ഇടയിലുണ്ടായ ഒരു ഗ്യാപ്പ് കൂടുതലായതിൽ എനിക്ക് വിഷമമുണ്ട്. തുടർന്ന് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ശ്രമിക്കാം. നന്ദി, നമസ്കാരം.